സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കേരളത്തിലെ മുസ്ലിമീങ്ങളെ പോരാടുമ്പോ, കൈമൈ മറന്നുകൊണ്ട് പോരാടുമ്പോ അപ്പുറത്തുള്ള പലരുടെയും സ്ഥിതി എന്തായിരുന്നു ബ്രിട്ടീഷുകാരോടുള്ള അവരുടെ നയം? കേട്ടോളൂ നിങ്ങൾ. ഞാൻ ആദ്യം വായിക്കട്ടെ, സമസ്തക്കാരുടെ പ്രമേയത്തിൽ നിന്ന് വായിക്കട്ടെ. കേട്ടോളൂ. ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു. അതുമാത്രമല്ല, വിശദമായി ഇനിയും കേട്ടോളൂ. എന്താ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിയാന്മാരി എല്ലാവരും കോൺഗ്രസ്സുകാരല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയും ആയിരിക്കണമെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളെയും അതിനുള്ള ഉപകരണങ്ങളെയും പൊതുസമാധാന പരിപാലനത്തെയും പുനർജീവിപ്പിക്കൽ മേപ്പടി സംഘത്തിന്റെ മൂലസിദ്ധാന്തങ്ങളിൽ പെട്ടതാണെന്നുമുള്ള മുൻനിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അവതാരികൻ എ.പി. അഹമ്മദ് കുട്ടി മൗലവി, ഇസ്ലാഹുൽ ഉലൂം മദ്രസ മാനേജർ ആൻഡ് പ്രിൻസിപ്പാൾ. അനുവാദകൻ കൊല്ലോളി അബ്ദുൽ ഖാദർ മൗലവി. സർവസമ്മതമായി പാസാക്കി. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴുള്ള ഫത്വയാ. ബ്രിട്ടീഷുകാരോട് എതിര് കാണിക്കരുത്, ബ്രിട്ടീഷുകാരോട് എതിര് പറയരുത്, ഭരിക്കുന്ന കക്ഷിക്കെതിര് ചെയ്യരുത്. എല്ലാരും ആ നിലക്ക് വേണമെന്ന് പറഞ്ഞു. മാത്രമല്ല, അന്ന് പലരും ഇവിടെ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അബ്ദുള്ള കോയ തങ്ങളെ അധികാരിയായി നിയമിച്ചു. അദ്ദേഹം വിദ്യാസമ്പന്നനും ഇംഗ്ലീഷുകാരുടെ മിത്രവുമായിരുന്നു.